നമ്മളെപ്പോഴും എന്താ പറയാ നമ്മളിങ്ങനെ പറന്നു പോകും എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ 1, 2, 3 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 1, 2 മാസം കഴിഞ്ഞു, നമുക്ക് ആ ബിസിനസ്സിൽ വേണ്ട വിധത്തിൽ ഗ്രോത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനടി നമ്മൾ അത് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു വർഷത്തിനിടയിൽ 10, 12 ബിസിനസ് ചെയ്യും. ആ ബിസിനസ് ഒക്കെ പൊട്ടി നമ്മളിൽ നിന്ന് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ നഷ്ടപ്പെട്ടേക്കാം, അല്ലേ? എന്നാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് നഷ്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിൽ മാത്രം ഉറച്ചു നിന്ന് വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് നമുക്ക് ക്ലിക്കാക്കാൻ പറ്റും. ആ ബിസിനസ് നമുക്ക് എന്താ പറയാ, ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഏണിങ്സ്, അതായത് എന്താ പറയാ, നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും അതിൽ നിന്നും അപ്പുറം നമുക്ക് എന്താ പറയാ ക്യാഷ്, അല്ലേ, നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. മണി നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും, അല്ലേ? ക്യാഷ് നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തെന്നി മാറി പുതിയ പുതിയ ബിസിനസ് ചെയ്യരുത്. ഒരു ബിസിനസ് ചെയ്ത് അത് നമ്മൾ പ്രവർത്തിക്കുക, കഠിനാധ്വാനം ചെയ്യുക, ഡെഡിക്കേറ്റ് ചെയ്യുക, സമയം കൊടുക്കുക. സമയത്തിനനുസരിച്ച് നമുക്ക് പതിയെ ഗ്രോത്ത് സംഭവിക്കും. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊന്നും നമുക്ക് ഗ്രോത്ത് സംഭവിക്കില്ല കേട്ടോ. ഏതൊരു ബിസിനസ്സിലും ഇന്ന് തുടങ്ങിയാൽ നാളെ ക്ലിക്കാവും എന്നൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പാറി നടക്കരുത്. നിങ്ങൾ സ്റ്റെബിലിറ്റി ആയി മുന്നോട്ട് പോവുക.